ഹജ്ജിന്റെ ആത്മാവാണ് അറഫ സംഗമം. ഈ ഒരു സമയത്ത് മാത്രമാണ് ഹജ്ജിനെത്തുന്ന ലക്ഷോപലക്ഷം വിശ്വാസികൾ ഒരേയിടത്ത് ഒരേ സമയം തങ്ങുന്നത്. സൗദി ഭരണകൂടത്തിനും ഏറ്റവും ശ്രമകരമായ ദൗത്യമുള്ളതും അറഫ സംഗമത്തിലാണ്. അറഫയിൽ ഹാജിമാരെ കൊടും ചൂടിൽ താമസിക്കുവാൻ ആയിരക്കണക്കിന് പന്തലുകളും തമ്പുകളുമുണ്ട്. അതിനകത്തെ കാഴ്ചകൾ കാണാം. അറഫയിൽ നിന്നും അഫ്താബ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളീ നിൽക്കുന്നതാണ് അറഫ മൈതാനം. നോക്കിക്കഴിഞ്ഞാൽ കാണാതെ അറഫയുടെ ഭാഗത്തുള്ള ഒരു റോഡാണിത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് ഈ അറഫ മൈതാനിയിൽ ഈ കാണുന്ന രൂപത്തിൽ പലവിധ തമ്പുകളാണ് ഹാജിമാർക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഓരോ തമ്പുകൾക്കകത്തും ഏതാണ്ട് 3000 മുതൽ 4000 വരെ ഹാജിമാരെ ഉൾക്കൊള്ളുവാൻ തരത്തിലുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ പണ്ടുണ്ടായിരുന്ന വെറും മൈതാനം എന്നുള്ള സങ്കല്പത്തിൽ നിന്ന് മാറിക്കൊണ്ട് ഓരോ അറഫ മൈതാനിയിലുമുള്ള തമ്പുകൾക്കകത്താണ് ഹാജിമാർക്ക് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ഈ കാണുന്നത് പോലെ തന്നെ ഒരു വീടിന് മുന്നിലുള്ള അതിന് സമാനമായിട്ടുള്ള ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും എല്ലാം തന്നെ അതിമനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഇപ്പോൾ തമ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അള്ളാഹുവിൻ്റെ അതിഥികളെ സ്വീകരിക്കാൻ അറഫ മൈതാനി ഒരുങ്ങിക്കഴിഞ്ഞു. അതിനകത്തെ കാഴ്ചകളിലേക്കാണ് നമ്മളിനി പോകുന്നത്. അറഫ മൈതാനി ഇക്കാണുന്നത് പോലെ ചെറിയ ചെറിയ തമ്പുകളാക്കി ഒരു ഹോട്ടൽ സ്വഭാവത്തിലാണ് പല തമ്പുകളുമുള്ളത്. എല്ലാ തമ്പുകളും ഇതേ സ്വഭാവത്തിലാകില്ല. പല തമ്പുകളിലും ഓരോ കമ്പനിക്കും അനുസരിച്ച് പല രൂപത്തിലായിരിക്കും തമ്പുകൾ ഒരുക്കിയിട്ടുണ്ടാവുക. ചിലയിടങ്ങളിൽ സാധാരണ തമ്പുകൾ മാത്രമായിരിക്കും ഒരുക്കിയിട്ടുണ്ടാവുക. ചിലയിടങ്ങളിൽ ഈ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായിട്ട് അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ തമ്പുകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ ഹജ്ജിൻ്റെ ഒരാഴ്ച മുന്നേ തന്നെ അറഫയിലെ തമ്പുകൾ ഒരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെയാണ് ഹാജിമാർ അറഫയിലേക്ക് എത്തുക. അതിന് മുന്നോടിയായിട്ട് ഈ കാണുന്നത് പോലെ തന്നെ സോഫയും ഒപ്പം തന്നെ സോഫ ബെഡ് കൂടിയാണിത്. 2 തരത്തിലും ഹാജിമാർക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ മുന്നോട്ട് ജസ്റ്റ് ഒന്ന് തള്ളിക്കഴിഞ്ഞാൽ ഇത് ബെഡായിട്ട് മാറും, ഇത് തലണയായിട്ട് ഉപയോഗിക്കാം, തിരിച്ച് ഇതുപോലെ തന്നെ അവർക്ക് ഇരിക്കേണ്ട സമയത്ത് സോഫയായിട്ടും ഉപയോഗിക്കാം. ഈ തരത്തിൽ ഇന്ത്യക്കാർക്കും സൗദികൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഉള്ള സംവിധാനങ്ങൾ ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അറഫയിലെ ഒരുക്കങ്ങൾ ഇത്രയധികം നേരത്തെ തന്നെ ഒരുക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കനത്ത സുരക്ഷ തന്നെയാണ്. കാരണം ഓരോ വർഷവും ഹജ്ജിൻ്റെ ഭാഗമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ വർദ്ധിപ്പിക്കാറുണ്ട്. അപ്പോൾ ജോലിക്കാർക്ക് ഇങ്ങോട്ട് പ്രവേശിക്കുവാനും തിരികെ മടങ്ങുന്ന സമയത്തൊക്കെ വലിയ തോതിൽ കാലതാമസം നേരിടും. അപ്പോൾ ആ കാലതാമസം ഒഴിവാക്കാൻ വേണ്ടിയാണ് നേരത്തെ തന്നെ തമ്പുകൾ ഒരുക്കുന്ന വിവിധ കമ്പനികളോട് അക്കാര്യങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി നേരത്തെ ആവശ്യപ്പെട്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയധികം നേരത്തെ ഈ തമ്പുകളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഇപ്പോൾ ഹജ്ജിന് വരുന്ന, എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നാട്ടിൽ നിന്നൊക്കെ ഹജ്ജിന് വരുന്ന ഹാജിമാർ വളരെ ഭാഗ്യവാന്മാരാണ്. നല്ല റിലാക്സ് ആയിട്ട് നല്ല രീതിയിൽ അവിടെ പലരും ഭക്ഷണം മറ്റൊന്നൊക്കെ എല്ലാ സെറ്റപ്പിലാണ്. അവർക്ക് ബസ്സും കാര്യങ്ങളൊക്കെ താഴത്തുള്ള സൗകര്യവുമൊക്കെ ഞാൻ പോയി നോക്കിയാൽ അപ്പം പുറത്തുനിന്ന് വരുന്ന ഹാജിമാരായാലും ഇപ്പോൾ ഡൊമസ്റ്റിക് ഹാജിമാർക്കായാലും എല്ലാ സൗകര്യങ്ങളും പുറത്തുനിന്നായിരുന്നു തിരക്കില്ല. അപ്പം ഞങ്ങളെപ്പോലെ ഇത് സർവീസ് ചെയ്യുന്ന ആൾക്ക് ഞങ്ങൾക്ക് അതിനേക്കാളും സുഖമാണ്. കാരണം ഇവിടുന്ന് ഒരു മാർക്കറ്റ് ചെയ്യണമെങ്കിൽ പുറത്ത് പോയാൽ 10-15-20 മിനിറ്റ് കൊണ്ട് മാർക്കറ്റിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് തരാം. പണ്ടൊക്കെ ഒരു 5-6 മണിക്കൂറും വണ്ടിയിലിരുന്നൊക്കെ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾക്ക് ഇന്ത്യയിൽ നിന്ന് വരുന്ന ഹാജിമാർക്ക് വരെ ഇതേപോലത്തെ ട്രെൻഡുകളും നല്ല സൗകര്യങ്ങളായിട്ടുണ്ട്. അവർക്കൊന്നും വലിയ ഹജ്ജിൻ്റെ റിസ്ക് അറിയേണ്ട ആവശ്യമില്ല. പിന്നെ പുറത്തിറങ്ങിയാൽ എന്തായാലും ഹജ്ജ് ടൈമിൽ വളരെ ചൂടായിരിക്കും. പ്രാവശ്യം എനിക്ക് സംശയം കഴിഞ്ഞ വർഷത്തേക്കാളേറെ ചൂടാണ് ഈ വർഷം ഇപ്പോൾ ഈ ഒരാഴ്ചയിൽ ഉണ്ടായത്. അപ്പം ചൂട് എന്തായാലും അത് അറഫ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അറഫയിലൊരു പ്രത്യേക ചൂട് ആ ദിവസം, അറഫ ദിവസം. അപ്പോൾ അത് എന്തായാലും നമുക്ക് മാറ്റാൻ കഴിയില്ല. പക്ഷേ എന്നാലും കുറേ മരങ്ങൾ, എല്ലാ മരങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ അറഫ നമ്മളെ വിചാരിച്ചതിനൊക്കെ മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ ഇനി കുറേ കൂടി കഴിയുമ്പോൾ അതിനേക്കാളും മാറിക്കൊണ്ടിരിക്കുകയാണ്.
അറഫ എന്നറിയപ്പെടുന്ന മൈതാനിയിൽ തന്നെയാണ് ഈ തമ്പുകൾ ഒരുക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ തമ്പിനകത്ത് നിൽക്കുന്നതും അറഫ മൈതാനിൽ നിൽക്കുന്നതും ഒരുപോലെ തന്നെയാണ്. പലരും അത് തെറ്റിദ്ധരിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് അത് പോലീസ് ഒരു കാരണവശാലും അനുവദിക്കില്ല. എന്ന് വെച്ചാൽ തമ്പിന് പുറത്തേക്ക് ഇറങ്ങാം, വാഷ്റൂമിൽ പോകാം, തിരികെ തമ്പിലേക്ക് തന്നെ ആ ചൂടുള്ള സമയത്ത് അവർക്ക് കയറി നിൽക്കേണ്ടി വരും. ബാക്കിയുള്ള സമയത്ത് തമ്പിന് പുറത്തിറങ്ങിയിട്ട് മുറ്റത്ത് നിൽക്കുക. പക്ഷേ ഓരോ തമ്പുകൾക്ക് ചുറ്റും ഒരു വേലി കെട്ടി തിരിച്ചിട്ടാണ് ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹാജിമാർക്ക് ഈ പ്രദേശം വിട്ടുകൊണ്ട് പോവുകയോ അവരെ കാണാതാവുകയോ ചെയ്യുന്ന സാഹചര്യം ഇത്തവണയും ഉണ്ടാകില്ല. ഹജ്ജിൻ്റെ ആത്മാവാണ് അറഫ. അറഫയിലേക്ക് ഉച്ചയ്ക്ക് മുന്നോടിയായി എത്താത്ത ഹാജിക്ക് ഹജ്ജ് നഷ്ടമായതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുന്നോടിയായി മുഴുവൻ ഹാജിമാരെയും അറഫയിലേക്ക് എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ഇത്തവണയും പൂർത്തിയായിട്ടുണ്ട്. അറഫയിൽ നിന്നും സാബി സലീമിനൊപ്പം അഫ്താബുർ റഹ്മാൻ, മീഡിയ 1.